ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2013 ഒരു സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് കോളനി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെയാണ് മൂവിയെ പറ്റി ഒരു കാര്യവും ഞാൻ പറയാൻ പോകുന്നില്ല. ഈ ഒരു സ്റ്റോറി എന്താണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്തായാലും ആദ്യം മുതൽ അവസാനം വരെയും ഒരിടത്ത് പോലെ നമ്മളെ ബോറടിപ്പിക്കാത്തൊരു മൂവി ആയിരിക്കും. അതുകൊണ്ട് അധികം സമയം കളയാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കഥ നടക്കുന്നത് 2045 ഇപ്പൊ കാണിക്കുമ്പോൾ ഭൂമി മൊത്തമായിട്ടും തണുത്തുറഞ്ഞ് ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു മനുഷ്യൻ പോലും താമസിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയോ? ഒരു സമയത്ത് ഭൂമിയുടെ ചൂട് കാരണം ഭൂമിയെ തണുപ്പിക്കാൻ വേണ്ടി മനുഷ്യർ തന്നെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന വലിയ ടവറുകൾ നിർമ്മിച്ചു. പക്ഷേ ഒരവസരത്തില് ആ ഒരു ടവറുകളെല്ലാം നശിച്ച് ഭൂമിയിലെ കാലാവസ്ഥ മാറി ഭൂമി മുഴുവനായിട്ടും തണുത്തുറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊടും തണുപ്പിൽ ജീവിക്കാനായിട്ട് മനുഷ്യരെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഭൂമിക്കടിയിലെ ബങ്കറുകളിലാണ് ഈ ഒരു മനുഷ്യർ ജീവിച്ചിരുന്നത്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ മൂവിയിലെ കഥ നടക്കുന്നത്. ഇപ്പൊ കാണിക്കുമ്പോ ഇതുപോലെ ഭൂമിക്കടിയിലുള്ള ഒരു ബങ്കറിൽ രണ്ടുപേര് ഒരു ഡോറിനടുത്ത് നിന്നിട്ട് എന്തോ ഒരു കാര്യം, ഒരു ശബ്ദം വെളിയിൽ നിന്ന് കേട്ടിട്ട് ഇവര് രണ്ടുപേരും പേടിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഓടുന്നു. ആ ഒരു സമയത്ത് തന്നെ അവര് രണ്ടുപേരും വേറെ ആരോ ഒന്ന് കൊല്ലുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പോ മറ്റൊരു ബങ്കറിനടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇവിടെയുള്ള ഈ ഒരു ബങ്കറുകളെ ഇവർ കോളനി എന്നാണ് വിളിക്കുന്നത്. കാരണം ഓരോ ബങ്കറിനുള്ളിലും കുറച്ച് മനുഷ്യരായിരിക്കും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായിട്ട് ഈ ഒരു ബങ്കറുകളുണ്ട്. അവരെല്ലാവരെയും ഇവര് കോളനി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോ മറ്റൊരിടത്ത് ഒരു ബങ്കറിനടുത്ത് കാണിക്കുമ്പോൾ വെളിയിൽ ഈ ഒരു സാറ്റലൈറ്റ് ടവറിന്റെ പണി നടക്കാണ്. അത് പണി ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിലെ ഹീറോ ആയിട്ടുള്ള സാം. അതേസമയം ഒരു ബങ്കറിന് വെളിയിലേക്ക് മെയ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരാള്, ഒരു വയസ്സായിട്ടുള്ള ഒരാളെ വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അയാളായാലും പറയുന്നുണ്ട്, പ്ലീസ് എനിക്ക് ഒരു ചാൻസ് കൊടുത്താ ഈ ഒരു അസുഖം എന്തായാലും മാറും, അതേപോലെ തന്നെ എനിക്ക് അവകാശമുണ്ട് എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. പക്ഷേ മേസൺ ആണെങ്കിലോ അതൊന്നും കേൾക്കാതെ ഈ ഒരാളെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സാം വന്നിട്ട് മേസന് തടയും. ഏയ് നീ എന്താ ചെയ്യുന്നേ? അവന് ചോയ്സ് ഉണ്ട്, അവന് തിരഞ്ഞെടുക്കാം എന്താണ് വേണ്ടതെന്ന് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മേസൺ ഇതൊന്നും കേൾക്കാതെ അയാളെ നടന്നു പോകാനായിട്ട് പറഞ്ഞിട്ട് അയാൾ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ആ ഒരാൾക്ക് എന്തോ ഒരു അസുഖം പിടിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ മറ്റുള്ളവരിലേക്കും പകരുന്നൊരു അസുഖമാണ്. ഇയാളെ ഇത്രയും നാൾ ക്വാറന്റൈനിലാണ് ഇട്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും അയാൾക്ക് അസുഖം മാറാത്തത് കൊണ്ടാണ് ഇയാളെ കൊല്ലുന്നത്. ഇപ്പൊ ഇവിടെ ചോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് വേറെ ഒന്നല്ല. ഇങ്ങനെ അസുഖം ബാധിക്കുന്നവരെ ആദ്യത്തെ കുറച്ച് ദിവസം ക്വാറന്റൈനിലിടും. അത് കഴിഞ്ഞ് ഇവർക്ക് അസുഖം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബങ്കറിൽ നിന്നും അവരെ പുറത്താകും. അപ്പോൾ അവർക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താം. ഒന്നുകിൽ അവർ സ്വയം ഒരു ബുള്ളറ്റിൽ മരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞിലൂടെ ഈ ഒരു സ്ഥലം വിട്ട് പോവുക. ഇതിലേതെങ്കിലും ഒന്ന് അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. പക്ഷെ ആ ഒരു തെരഞ്ഞെടുപ്പ് പോലും കൊടുക്കാതെയാണ് മെയ്സൺ അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നത്. ഇതാണ് നമ്മുടെ സാം ചോദ്യം ചെയ്തതും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സാം ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസിലൂടെ തന്നെ നമുക്ക് കേൾപ്പിച്ച് തരുന്നുണ്ട്. ഈ ഒരു ബങ്കറിനുള്ളിൽ താമസിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ ഇനി എന്നെങ്കിലും ഭൂമിയിലെ ഈ ഒരു തണുപ്പ് മാറി സാധാരണ ഒരു കാലാവസ്ഥയിൽ ജീവിക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിത്തുകള്, പല ഇനം ചെടികളുടെയും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങള്, നെല്ല്, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും വിത്തുകൾ ഇവർ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് അവർക്ക് താമസിക്കാനായിട്ടും ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. തേനീച്ചയെ വളർത്തുന്നുണ്ട്, മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബങ്കറിനുള്ളിൽ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഓരോ സ്ഥലത്തെയും കോളനികൾ എന്നാണ് വിളിക്കുന്നത്. ഓരോ കോളനിക്കും ഓരോ നിയമങ്ങളുണ്ട്. അതിലൊരു നിയമമാണ് നേരത്തെ പറഞ്ഞല്ലോ, അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പുറത്തു കൊണ്ടുപോയിട്ട് അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നുള്ളത്. ആ ഒരു നിയമം ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് വോയിസിലൂടെ നമുക്ക് കേൾപ്പിച്ചു തന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാം നേരെ ചെന്ന് ബ്രിഗ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവനോട് നമ്മുടെ മേസൺ ചെയ്ത ആ ഒരു കാര്യം പറയാണ്. വേറെ ഒന്നല്ല, ബ്രിഗാണ് ഇപ്പൊ ഈ ഒരു സ്ഥലത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ബ്രിഗ് പറയും, ഓക്കെ അതെന്തായാലും ഞാൻ അവരോട് ചോദിക്കാം, അതിനു മുന്നേ നമുക്ക് മറ്റൊരു കാര്യം കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ കൂപ്പർ എന്ന് പറഞ്ഞ ഒരുത്തന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ ഈ ഒരു സാറ്റലൈറ്റ് സിഗ്നൽ എല്ലാം ഉപയോഗിച്ചിട്ട് ഇവരെ പോലെ തന്നെ മറ്റൊരു കോളനി ഉണ്ട്, അത് കോളനി 5 എന്നാണ് ഇവർ വിളിക്കുന്നത്. അവിടെയുള്ളവരായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ ബ്രിഗ് പറയും, ഓക്കെ അരമണിക്കൂറിനുള്ളിൽ എനിക്കൊരു മീറ്റിംഗ് കൂടണം, എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ നമ്മുടെ സാം ഇപ്പോ നേരെ വിക്ടർ എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തേക്ക് ചെല്ലാണ്. അവനാണ് ഈ ഒരു മൃഗങ്ങളെയും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവൻ പറയുന്ന ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. വേറൊന്നുമല്ല, ഇവരിപ്പോ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് എലികള് ചത്തുപോയെന്നും അതേപോലെ തന്നെ മുയലിന്റെ കൂട്ടത്തിൽ ഒരു മുയൽ മാത്രം ഇപ്പോഴും ബാക്കിയുണ്ട്, അതൊരു ഫീമെയിലാണ്, എന്തായാലും അത് ഒരുപാട് മുയലുകളെ പ്രസവിക്കും എന്നുള്ള കാര്യം അവൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ബ്രിഗ് നേരെ മേസന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ ചെയ്ത കാര്യം എന്താണെന്ന് അവനോട് ചോദിക്കുന്നത്. ഇതുപോലെ എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ട്, അല്ലാതെ നിന്റെ ഇഷ്ടത്തിനല്ല ഇവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും മെയ്സന് നല്ല ദേഷ്യമുണ്ട്. ഇപ്പൊ മെയ്സൺ എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ ബ്രിഗാണല്ലോ ഈ ഒരു സ്ഥലത്തെ ഇപ്പൊ നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ മെയ്സൺ ഈ ഒരു സ്ഥലം നിയന്ത്രിക്കണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സാം ആണെങ്കിലോ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള കായിനെ കാണാനായിട്ട് ചെല്ലാണ്. അവളാണെങ്കിൽ ഇപ്പൊ കുറച്ച് പില്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്, അത് ആ ഒരു മുയലിന് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഇപ്പോഴും എന്റെ പ്രതീക്ഷ ഒരിക്കലും ഞാൻ കൈവിട്ടിട്ടില്ല, ഞാൻ ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലെ ഈ ഒരു ഐസ് ഉരുക്കി
സാധാരണ ജീവിതം ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ ടവർ ഈ ഒരു ഭൂമിയിൽ എവിടെയെങ്കിലും മനുഷ്യരെ പ്രവർത്തിപ്പിക്കുന്നുണ്ടാവും. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവളും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആ ഒരു മീറ്റിംഗ് കൂടാനായിട്ട് നിൽക്കാണ്. ആ ഒരു സമയത്താണ് ഡെക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരുത്തനും അവന്റെ ഭാര്യയും ഈ ഒരു സ്ഥലത്തുണ്ട്. പക്ഷെ അവന്റെ ഭാര്യയ്ക്കാണെങ്കിൽ എന്തോ ഒരു അസുഖമുണ്ട്. അവർ ചുമക്കാനായിട്ട് വരുമ്പോൾ ഡെക്സ്റ്റർ പറയുന്നുണ്ട്, ഏയ് പതിയെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാല് അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കാണ്. എടാ മണ്ട, നിന്റെ ഭാര്യയ്ക്ക് അസുഖം ഉണ്ടെങ്കിൽ അവളെയും കൊണ്ട് റൂമിലേക്ക് പോകും, ഇവിടെ ഇരിക്കുന്നത് എന്താണ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോവും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സാം അവിടേക്ക് വന്നിട്ട് സാമിന് മനസ്സിലായി ഈ ഒരു സ്ത്രീക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് സാം തന്നെ അവനോട് പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഭാര്യയും കൂട്ടി റൂമിലേക്ക് പോകാനായിട്ട് പറയുമ്പോൾ അവൻ അത് കേൾക്കത്തില്ല. അവൻ പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രിഗ് നേരെ അവിടേക്ക് വന്നിട്ട് ഇപ്പൊ എല്ലാവരും ഇവിടേക്ക് വിളിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോളനി 5 നിന്നും നമുക്ക് ആരുടെയും പ്രതികരണം ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയി അവിടെ എന്താണ് സംഭവിച്ചെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവാണ്. അതുകൊണ്ട് എന്നോടൊപ്പം വാലണ്ടിയർ ആയിട്ട് ഒരു 2 പേര് കൂടി വരണം എന്നിങ്ങനെ ബ്രിഗ് പറയുമ്പോഴത്തേക്കും നമ്മുടെ മേസൺ പറയും, അവിടേക്കെല്ലാം പോകേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എന്തിനാ നമ്മൾ ചെയ്യുന്നേ? വെറുതെ അവിടെ പോയിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ എന്നുള്ള രീതിയിൽ അവനിങ്ങനെ ചോദിക്കുമ്പോൾ ബ്രിഗ് അതേപോലെ തന്നെ കൂപ്പർ ഇവരെല്ലാവരും പറയും, നമ്മൾ ഈ ഒരു കോളനി രൂപീകരിക്കുമ്പോൾ അവരുമായിട്ടൊരു കരാറുണ്ടായിരുന്നു, ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരസ്പരം സഹായിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് സിഗ്നൽ ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എല്ലാവരും പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബ്രിഗ് ആയാലും ഓക്കെ ആരെങ്കിലും എന്നോടൊപ്പം വരുന്നുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാം ഉണ്ടല്ലോ, സാം പറയും ഞാൻ വരുന്നു എന്ന് പറയും. അപ്പോഴേക്കാണ് ഇവരുടെ കൂട്ടത്തിലുള്ള വേറൊരു പയ്യൻ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് അവൻ പറയും ഞാനും നിങ്ങളോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ അത്യാവശ്യം തോക്കും മറ്റു കാര്യങ്ങളും മാപ്പ് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ മെയ്സനെ ഈ ഒരു സ്ഥലം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലും. അതുകൊണ്ട് തന്നെ കൂപ്പർ എന്ന് പറഞ്ഞ അയാളെ ഈ ഒരു സ്ഥലത്തിന്റെ അധികാരമെല്ലാം ഏൽപ്പിച്ചിട്ട് ഇവർ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നേരത്തെ വയ്യാണ്ടിരുന്നല്ലോ ഒരു സ്ത്രീ, അവർ പെട്ടെന്ന് ചുമക്കാൻ തുടങ്ങും. ഇതുകൂടി ആവുന്നത് നമ്മുടെ ബ്രിഗ് പറയും ഓക്കെ അവരെ രണ്ടുപേരെയും ക്വാറന്റൈനിൽ അടക്കി, പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം തുറന്നു വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും ക്വാറന്റൈൻ റൂമിലേക്ക് കൊണ്ടടക്കുകയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇവിടെ നിന്ന് പോകാനായിട്ട്. അതുപോലെ ഈ ഒരു കാര്യം മെയ്സൺ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണത്തിനെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് വെളിയിലൂടെ ഒരു പയ്യൻ ഈ മഞ്ഞിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്നു അവന്റെ അമ്മയെ അന്വേഷിച്ച്. കുറെ ദൂരം നടന്നു വരുമ്പോഴത്തേക്കും അവന്റെ അമ്മ അവിടെ മരിച്ചിടക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ സാം പേടിച്ച് കണ്ണുറക്കാണ്. കാരണം ഇവന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് ആ ഒരു കാര്യമായിരുന്നു. ആ ഒരു സ്വപ്നം കണ്ട് അവൻ ഞെട്ടി എഴുന്നേറ്റിട്ട് അത് കഴിഞ്ഞ ഈ ഒരു കാര്യം കായിയോട് പറയുന്നുണ്ട്. അപ്പൊ കായായാലും ഓക്കെ എന്തായാലും നീ ഒരു കുഴപ്പമില്ലാതെ ഇതുപോലെ തന്നെ തിരിച്ചു വരണം, കാരണം എനിക്ക് നിന്റെ ആവശ്യമാണെന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രിഗ് സാം ഗ്രേഡ് ഇവര് 3 പേരും ഈ ഒരു സ്ഥലത്ത് നിന്നും പോവാനായിട്ട് എല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. അതുപോലെ തണുത്തുറഞ്ഞ ആ ഒരു മഞ്ഞിലൂടെ വേണം നടന്നു പോകാനായിട്ട്. അതിനായിട്ടുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അതുമല്ല ഇപ്പോൾ അവർ നടന്നു പോകുന്നത് ഒരു നശിച്ച സിറ്റിയിലൂടെയാണ്. അങ്ങനെ ആ ഒരു സിറ്റിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വലിയ ടവർ അവിടെ ഉള്ളതായിട്ട് ഇവർ കാണുന്നു. അപ്പൊ ഈ ഒരു ടവറാണ് ഭൂമി ഇതുപോലെ മാറാനായിട്ട് കാരണം. ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇവർ അത് കഴിഞ്ഞ് നടന്ന് കയറുന്നത് ഒരു വലിയ പാലത്തിലേക്കാണ്. അങ്ങനെ ആ ഒരു പാലത്തിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഈ പാലത്തിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങനെ കിടക്കാണ്, നല്ല കുഴിയൊക്കെ ഉണ്ട്. അപ്പൊ അതിലൂടെ വീഴാതെ ചാടി വേണം പോകാനായിട്ട്. അങ്ങനെ ഇവർ നടന്നു വരുമ്പോഴത്തേക്കും ഒരു ഭാഗം നല്ല വലുതായിട്ട് പൊളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ വശങ്ങളിലൂടെ ഇവർ പിടിച്ച് നടന്നു വരുമ്പോൾ ഒരു കട്ടയാണെങ്കിലോ പെട്ടെന്ന് തകർന്ന് താഴേക്ക് വീഴുന്നു. താഴെയാണെങ്കിൽ അത്രയും വലിയൊരു പുഴ, അത് തണുത്തുറഞ്ഞു കിടക്കാണ്. വീണ് കഴിഞ്ഞാൽ തവിട് ഓടിയാവും. അങ്ങനെ അതിലൂടെ ഇവരെങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ ഇപ്പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഗ്രേഡ് നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു വണ്ടിയുടെ അടുത്ത് ആരോ ഒരാൾ ഇരിക്കുന്നു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവരെല്ലാവരും പതി അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു വാനിന് വെളിയിലെ ഒരാൾ മരിച്ചിരിക്കുകയാണ്. അയാളുടെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട്. അയാൾ സ്വയം ഷൂട്ട് ചെയ്താണ് മരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വാനിനകത്ത് നോക്കുമ്പോഴത്തേക്കും അയാളുടെ ഭാര്യ അതേപോലെ തന്നെ മകൻ ഇവരെ രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷമാണ് അയാൾ വെളിയിലിരുന്ന് മരിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യമെല്ലാം കണ്ട അയാളുടെ കയ്യിലുള്ള ആ ഒരു തോക്കും എടുത്ത് ഇവരവിടെ നിന്ന് കുറെ ദൂരം നടന്ന് അവസാനം ഒരു തകർന്ന ഹെലികോപ്റ്റർ ഉണ്ട്, അത് കണ്ടുപിടിച്ച് അതിനകത്താന്ന് കഴിയും. കാരണം ഇനി അടുത്ത ദിവസം വീണ്ടും ഒരു പകുതി ദിവസം കൂടി ഇവർക്ക് നടന്നു പോകണം, എന്നാലേ ആ ഒരു കോളനി 5 ഇവരെത്തത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രേഡ് ആണെങ്കിലും ഇതുപോലെയുള്ള ഹെലികോപ്റ്റർ ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അവൻ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ യൂസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ആകാശം വഴി പറന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത് എന്നെല്ലാം നമ്മുടെ ബ്രിഗ് ആയാലും അവന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അന്ന് രാത്രി അവിടെ കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇവർ 3 പേരും ഇപ്പോൾ കോളനി 5 എത്തുകയാണ്. അപ്പൊ ഇവിടെയുള്ള ആ ഒരു ബങ്കറിലേക്ക് വേണം ഇവർക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ എല്ലാവരും അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ എൻട്രൻസ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഒരുപാട് രക്തം കിടക്കുന്നു. അത് ഉള്ളിലേക്കും പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര സ്മെല്ലും ഉണ്ട്. അങ്ങനെ ഇവരായാലും ആദ്യം ഒരു ഫ്ലെയർ ലൈറ്റ് കത്തിച്ച് താഴെ ഇട്ട് നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ ആരുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ഏണി വഴി താഴേക്ക് ഇറങ്ങി. ഉള്ളിൽ നോക്കുമ്പോൾ അവിടെയും രക്തം കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടന്നൊരു കാര്യമാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കണ്ടത്. അപ്പൊ ഈ ഒരു രക്തം കാണുമ്പോഴത്തേക്കും അതുപോലെ ഇവിടെ 50ഓളം ആളുകൾ ഇതുവരെ ജീവിച്ചിരുന്നു. പക്ഷെ അവരാരെയും കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഗ്രേഡിന്റെ കയ്യിൽ ആ ഒരു തോക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവര് 3 പേരും അതിനകം മുഴുവനായിട്ട് നല്ലതുപോലെ നടന്ന്
സെർച്ച് ചെയ്തിങ്ങനെ നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ രക്തം ചുമരിലും അതേപോലെ തന്നെ താഴെയെല്ലാം കിടപ്പുണ്ട്. അങ്ങനെ ഇവർ നടന്ന് ഒരു റൂമിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് എന്തായാലും ഇവിടെയുള്ള എല്ലാവരും മരിച്ചുപോയി. പക്ഷെ അവർക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കാണ് ഒരു റൂമിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അതൊരു ലോക്ക്ഡ് റൂമാണ്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു ഡോറ് കീ എല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും തുറന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരാളെ കാണുന്നത്. പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ പേര് ലീ ലാൻഡ് എന്നാണ്. അതുപോലെ അയാളാണെങ്കിൽ ഇപ്പോ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവർ പറയും ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾ ഇതുപോലെ കോളനി 7 നിന്നാണ് വരുന്നത്, ഇവിടെ നിങ്ങളുടെ സിഗ്നൽ ഒന്നും കിട്ടിയില്ല, എന്താ സംഭവിച്ചെന്നെല്ലാം ചോദിക്കുമ്പോൾ അയാൾ പറയും അവരിതിനകത്തേക്ക് വന്നു, അവരെല്ലാവരെയും കൊന്നു, അവരിപ്പോഴും വെളിയിൽ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് ഡോർ അടയ്ക്കെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവരായാലും പെട്ടെന്ന് ഒന്ന് ഡോർ അടച്ചിട്ട് അല്ല നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലീലാൻഡ് പറയും ഇതേപോലെ ഞങ്ങള് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ടവറിന്റെ ആന്റിന ശരിയാക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു, ആ ഒരു മെസ്സേജ് ഇതാണ് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ നിയന്ത്രിക്കാൻ കഴിയുന്ന ടവറുകളുണ്ടല്ലോ, അതിലൊരു ടവർ ഇപ്പൊ പ്രവർത്തിച്ചിട്ട് ആ ഒരു സ്ഥലത്തെ ഐസ് എല്ലാം ഇല്ലാണ്ടായിട്ട് അവരിപ്പോ ഭൂമിയിലെ മണ്ണ് കണ്ടു, അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ നല്ലതുപോലെ ജീവിക്കാണ്, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടേക്ക് വരണം എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ മെസ്സേജ് ഇവർ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടവർ ഉണ്ടല്ലോ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന, അതിലേതോ ഒരു ടവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ബ്രിഗിനും സാമിനെല്ലാം മനസ്സിലായി. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ലീലാൻഡ് പറയുന്നത് അതിനുശേഷം കുറെ ആളുകൾ ഇവിടേക്ക് വന്നു, എന്നിട്ട് ഇവിടെയുള്ള എല്ലാവരെയും അവർ കൊന്നു തള്ളുമായിരുന്നു. ഞാനാണെങ്കിലോ ഈ ഒരു മുറിക്കകത്തേക്ക് കയറി സ്വയം ലോക്ക് ചെയ്തതുകൊണ്ട് അവരെന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത്. ഇവര് പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കണ്ട ആ ഒരു ലൊക്കേഷൻ അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മാപ്പ് എടുത്തു വെച്ചിട്ട് അയാൾ ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാണ്. അത് ഈ ഒരു മാപ്പിലുള്ള സ്ഥലത്തെയും കാട്ടി പുറത്തേക്ക് പോകണം. ഓക്കെ, എന്തായാലും നമുക്ക് അവിടേക്ക് പോകാം, അതിനു മുന്നേ നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം, എന്നിട്ട് ഞങ്ങളുടെ കോളനിയിലേക്ക് വന്ന് അവിടെ നിന്ന് നമുക്ക് എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇയാളെ വിളിക്കുമ്പോഴത്തേക്കും ഇയാൾ ഒരു വിധത്തിൽ ഇവരോടൊപ്പം പോകത്തില്ല, കാരണം ഇയാൾക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ ഇവര് പറയുന്നുണ്ട് ഹേയ് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എന്തായാലും നിന്നെ സേഫ് ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അയാളെയും വിളിച്ച് ഇവര് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി. മൂന്നാമത് ഗ്രേഡാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഗ്രേഡ് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അയാൾ വീണ്ടും ഉള്ളിൽ നിന്നും ഈ ഒരു ഡോർ അങ്ങ് പൂട്ടുകയാണ്, അതുകൊണ്ട് ഇവർക്ക് അകത്തേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പൊ ഗ്രേഡ് പറയും അയാൾ പൂട്ടിയെന്ന് പറയുമ്പോൾ ഇവര് പറയും ശരി ബാ നമുക്ക് എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് ഇവര് മൂന്നേര് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് എന്തോ ഇരുമ്പിലിട്ട് തട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അത് നല്ല ഒച്ചത്തില്. അപ്പൊ ഇതെവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഇവര് മൂന്നുപേര് പതിയെ ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലും. അങ്ങനെ കുറെ നേരമായിട്ട് നോക്കിയിട്ട് ഇവർ കാണുന്നില്ല. അങ്ങനെ കുറെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരാൾ അവിടെ നിന്ന് എന്തോ ഒന്നിനെ ഇങ്ങനെ വെട്ടുന്നു. അപ്പൊ അതിന്റെ ശബ്ദമാണ് ഇത്രയും നേരം കേട്ടത്. അപ്പൊ ഇവര് മൂന്നുപേരും അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആഹാ, കാണുന്ന കാഴ്ച വേറെ ഒന്നുമല്ല, അയാൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന എന്തോ മൃഗത്തെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അയാൾ വെട്ടുന്നത് മനുഷ്യനാണ്, അത് മനുഷ്യ ശരീരങ്ങള് അവിടെ വെട്ടി കൂട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നു. അതേപോലെ തന്നെ അവിടെ അടുത്തായിട്ട് കുറെ പേര് ഇരുന്നിട്ട് ഈ ഒരു മനുഷ്യ ശരീരങ്ങൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭൂമി ഈ ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യരും നരഭോജികളായിട്ട് മാറി അവരിപ്പോ മനുഷ്യരെ വരെ കൊന്നു തിന്നാൻ തുടങ്ങി. അങ്ങനെയുള്ള മനുഷ്യരാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഈ ഒരു കോളനിക്കകത്തെ എല്ലാവരെയും കൊന്നത്. അപ്പൊ ഇവരായാലും പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കും ആ ഒരു ശബ്ദം അവിടെ വെട്ടുന്നവനുണ്ടല്ലോ അവൻ കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി അലറി വിളിക്കുന്നതും അവിടെ താഴെ കിടന്നിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇതുപോലത്തെ, അവരെല്ലാം കൂടി ഇത് കണ്ട് എഴുന്നേറ്റ് ഇപ്പൊ ഇവരെ കൊല്ലാനായിട്ട് വരുമ്പോ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തോക്കെടുത്ത് അതിനെല്ലാത്തിനെയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനായിട്ട് ഷൂട്ട് ചെയ്ത് ഇതിൽ ഗ്രേഡ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മാത്രം പെട്ടെന്ന് പേടിച്ചിട്ട് മറ്റൊരു വശത്തേക്ക് ഓടാൻ തുടങ്ങും. അങ്ങനെ ഇവരാണെങ്കിലും അവിടെ നിന്ന് ഓടാണ്. ഓടി മറ്റൊരിടത്തേക്ക് വന്നിട്ട് ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരുപാട് എണ്ണത്തിനെ കൊല്ലുന്നുണ്ട്. അതിനിടയിലാണെങ്കിലും നമ്മുടെ ബ്രിഗിന് ഇതിനകത്ത് നിന്നും കുറച്ച് ബോംബുകൾ കിട്ടിയിരുന്നു. അതിപ്പോ എടുത്ത് കത്തിച്ച് അവിടേക്ക് ഇട്ട് കൊടുക്കുന്നതും അങ്ങനെ പൊട്ടിത്തെറിച്ച് കുറെ എണ്ണം അങ്ങനെ മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിനടുവില് ഗ്രേഡ് എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവനെ ഇപ്പോ ഒരുത്തം വന്ന് അങ്ങനെ അവന്റെ കഴുത്തിൽ കടിച്ചിട്ട് 2-3 പേര് വന്ന് അവനെ വെട്ടുകയും കൂടി ചെയ്തു. നല്ലതുപോലെ ആ ഒരു പയ്യനെ അവരവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അവനെ എന്തായാലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവർ ബാക്കിയുള്ളവരെ കൊന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെയുള്ള ഏണി വഴി മുകളിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് കയറി അത് കഴിഞ്ഞ് നമ്മുടെ ബ്രിഗ് സാമിനോട് പറയും ഓക്കെ നീ ഇവിടെ നിന്ന് മുകളിലേക്ക് പോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും 1-2 പേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ കയറി വരാനായിട്ടുള്ള ആ ഒരു ഏണി ഉണ്ടല്ലോ അത് ചവിട്ടി ഇങ്ങനെ ഇളക്കാണ്. അപ്പൊ അവരായാലും ഓടി അടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ഏണി ചവിട്ടി അങ്ങ് താഴെ കിട്ടുന്നതും അവർക്കിപ്പോ പെട്ടെന്ന് മുകളിലേക്ക് കയറാണ്ട് കഴിയത്തില്ല. ആ ഒരു സമയത്ത് ഗ്രേഡിന്റെ പുറകിലൂടെ വേറൊരുത്തം വരുന്നു. ഇതുകൂടി ആവുന്നതും ഗ്രേഡ് എന്താ ചെയ്യുന്നത് വെച്ചാല് അവനോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ആ ഒരുത്തനെ കൊന്ന് താഴെ കിടുന്നതും ആ ഒരു നേതാവ് ഗ്രേഡിനെ നോക്കി അലറി വിളിക്കാണ്. പക്ഷെ ഇവർക്ക് മുകളിലേക്ക് ഇപ്പൊ കയറാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേഡ് ഈ ഒരു ഏണി വഴി നേരെ മുകളിലേക്ക് വന്ന് ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരാരും മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും ബോംബിട്ട് തകർക്കണം. അതിനു വേണ്ടിയിട്ട് ഒരെണ്ണം കത്തിച്ച് നേരെ താഴേക്കിട്ട് രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് മാറി നിൽക്കുന്നതും ഈ ഒരു സ്ഥലം പൂർണ്ണമായിട്ടും തകർന്നങ്ങ് വീഴാണ്. അപ്പൊ ഇവന്മാരെല്ലാം എങ്ങനെ മുകളിലേക്ക് കയറുമെന്ന് നമുക്കറിയത്തില്ല.
ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയേ പറ്റൂന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് വീണ്ടും ആ ഒരു ഹെലികോപ്റ്റർ തകർന്നു നടക്കുമല്ലോ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം ഇവിടെ നിന്ന് പോവാം എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇവർ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം ആ ഒരു വശത്തേക്ക് ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറെ ദൂരം നിന്നും ഈ ഒരു നരഭോജി മനുഷ്യന്മാരുണ്ടല്ലോ ഇവരെല്ലാം കൂടി നടന്നു വരുന്നു. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഇവർ ഇന്നലെ നടന്നു വന്ന ആ ഒരു കാൽപ്പാടുകള് മഞ്ഞിലുണ്ടായിരുന്നു. ഷെടാ, അത് ഫോളോ ചെയ്തിട്ടാണ് ഇവന്മാര് വരുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി ഇവരാണെങ്കിലോ ഇവിടെ നിന്ന് എങ്ങനെയും പോയേ പറ്റൂ. അപ്പോഴേക്കും നമ്മുടെ ഗ്രേഡ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ തടയണം, അതും ആ ഒരു പാലത്തിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് അവരെ തടയാന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ ആ ഒരു പാലത്തിനടുത്തേക്ക് ഓടും. അപ്പൊ ഇവരും പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും ഒരു വിധത്തിൽ ഓടി അവസാനം ആ ഒരു പാലത്തിലേക്ക് കയറിയിട്ട് അതുവഴി ഈ ഒരു പൊട്ടിക്കിടക്കുന്ന ഭാഗമുണ്ടല്ലോ പാലത്തില് അതിനപ്പുറത്തേക്ക് ചാടി നിന്ന് ഇപ്പൊ ആ ഒരു വശത്ത് ഈ ഒരു ബോംബ് കത്തിച്ചു വെച്ചിട്ട് ഓടി രക്ഷപ്പെടാം. അപ്പോഴേക്ക് ഒരു പാലം തകർന്നിട്ട് ഇവർക്ക് ഇപ്പോഴത്തേക്ക് വരാൻ കഴിയത്തില്ല. അതുപോലെ പ്ലാൻ ചെയ്ത് അവിടെ ആ ഒരു തിരിയും കത്തിച്ചു വെച്ചിട്ട് ഇവരോടി ഒരിടത്തുനിന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു നരഭോജി മനുഷ്യന്മാരാണെങ്കിലോ ഇവരെല്ലാവരും കൂടി ഓടിയിട്ട് കുറച്ച് അടുത്തേക്ക് ഇങ്ങനെ വരുന്നതും എന്തോ ഇവർക്ക് ഭാഗ്യമില്ലാന്ന് തോന്നുന്നു, ആ ഒരു ബോംബിന്റെ തിരി അങ്ങ് അണഞ്ഞുപോയി. അപ്പൊ നമ്മുടെ ബ്രിഗ് കണ്ടിട്ട് ഓക്കെ എന്തായാലും അത് കത്തിച്ചേ പറ്റൂ, അവർ നമ്മുടെ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആളുകളെയും കൊല്ലും, അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ചെയ്യാം, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും അവിടേക്ക് പോയിട്ട് നമ്മുടെ ആളുകളെടുത്ത് ഈ ഒരു കാര്യങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാം അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്രിഗ് ഓടി വന്നിട്ട് ആ ഒരു ബോംബ് പിന്നെ കയ്യിലെടുത്ത് അത് ലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കാൻ ശ്രമിക്കാണ്. അതേസമയം തന്നെ ആ ഒരു നരഭോജി മനുഷ്യന്മാര് ഇവന്റെ അടുത്തേക്ക് വന്ന ആ ഒരു കുഴിയുടെ ഇപ്പുറത്തേക്ക് ചാടിയെല്ലാം വീഴുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം കാല് തെറ്റിയിട്ട് നേരെ താഴേക്ക് പോകുന്നു. ബാക്കിയുള്ളത് ചാടി നമ്മുടെ ബ്രിഗിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൻ ഒന്ന് രണ്ടുപേരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു തിരി ഇപ്പൊ നല്ലതുപോലെ കത്തിച്ച് എല്ലാം കൂടി എന്റെ അടുത്തേക്ക് വാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതും ഇതെല്ലാം കൂടി ഓടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ബോംബങ്ങ് പൊട്ടിത്തെറിച്ച് നമ്മുടെ ബ്രിഗ് ഉൾപ്പെടെ അവിടെയുള്ള ഒരുപാട് നരഭോജി മനുഷ്യന്മാരും താഴേക്ക് വീണ് ആ ഒരു പാലവും ഇപ്പോ രണ്ടായിട്ട് മാറുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അതിന്റെ നേതാവുണ്ടല്ലോ അവന് സഹിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഇത് കണ്ട് പെട്ടെന്ന് അവിടെ നിന്നും ഇവരുടെ ആ ഒരു ബങ്കറിനടുത്തേക്ക് ഓടി ചെന്നിട്ട് കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്ക് അവൻ ക്ഷീണിച്ച് താഴെ വീഴും. അപ്പോഴേക്കാണ് കാണിക്കുമ്പോ മേസൺ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അതിലെ വയ്യാണ്ടായിട്ടുള്ള സ്ത്രീയും അതേപോലെ തന്നെ അവരുടെ ഭർത്താവ് ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു സ്ത്രീയെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. കാരണം വേറെ ഒന്നല്ല, ഇവൻ ഇപ്പൊ ഈ ഒരു സ്ഥലത്തെ അധികാരം മൊത്തം എടുത്തു. അപ്പൊ അവരുടെ ഭർത്താവിനെ കൊല്ലാനായിട്ട് വരുമ്പോ നമ്മുടെ കായ് വെട്ടുന്ന അവിടെ വന്ന് തടയുന്നുണ്ട്. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. ആ ഒരു സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ഹീറോ കിടക്കുന്നത് കാണുന്നത്. അപ്പൊ ഹീറോ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ വിളിക്കുന്നതും കായ് ഓടി വന്ന് അവനെ പിടിക്കുമ്പോഴത്തേക്കും ഹീറോയുടെ ബോധം പോയി. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സാം കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവനെ ഒരു ബെഡിൽ കെട്ടിയിട്ടേക്കാണ്. ഇവരിപ്പോ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവൻ എന്തോ അസുഖം പിടിച്ചതുപോലെയാണ്. അപ്പോൾ നമ്മുടെ സാം ആയാലും പറയാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയല്ല, നമ്മളെല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഇവിടേക്ക് ആള് വരുന്നുണ്ട്, അതിനു മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോകണം, ഞാൻ പറയുന്നത് സത്യമാണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ബ്രിഗ് എവിടെ നിന്നാണ് ബാക്കിയുള്ളവർ ചോദിക്കുന്നത്. വിക്ടർ ഇവരെല്ലാവരും. അപ്പോൾ ബ്രിഗ് മരിച്ചെന്നുള്ള കാര്യവും അതേപോലെ തന്നെ ആ ഒരു പാലം തകർന്നെന്നുള്ള കാര്യവും ഇവരോട് പറയുമ്പോഴത്തേക്കും മേസൺ ഇത് വിശ്വസിക്കത്തില്ല. ഇവനോട് എത്ര പറഞ്ഞാലും ഇവനത് കേൾക്കുന്നില്ല. ബ്രിഗ് മരിച്ച ആ ഒരു സന്തോഷമാണ് അവന്. എന്നിട്ട് അവനിപ്പോ എല്ലാവരോടും പറയാണ്, ഓക്കെ ഇനി ഞാൻ പറയുന്നത് പോലെ മാത്രമേ എല്ലാവരും കേൾക്കാൻ പാടുള്ളൂ, എല്ലാവർക്കും കൊടുക്കുന്ന ഫുഡ് ഇനി പകുതി മാത്രമേ തരാൻ കഴിയത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവൻ ഈ ഒരു സ്ഥലത്തെ അധികാരം ഏറ്റെടുക്കുകയാണ്. അതുമല്ല നമ്മുടെ സാമു പറയുന്നത് ആരും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ സാമിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ കായ് ഉണ്ടല്ലോ അവൾ എവിടെ നിന്ന് തിരക്കുമ്പോ അവൾ എവിടെയാണെന്നുള്ള കാര്യവും ഇവർ പറയുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സാം ഇവരോട് മറ്റൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം, ഈ ഒരു സൂര്യപ്രകാശം കിട്ടിയിട്ട് ഈ മഞ്ഞില്ലാത്ത സ്ഥലം കണ്ടുപിടിച്ചെന്ന് പറയുമല്ലോ, ആ ഒരു സ്ഥലത്തെ പറ്റി മേസനോട് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും അവിടേക്ക് പോവാം, എനിക്ക് ആ ഒരു സ്ഥലം അറിയാം, നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോ ഇപ്പോഴും ഈ ഒരു വടുവൻ അത് കേൾക്കുന്നില്ല. സത്യം പറയില്ല, ഇവന്റെ മുഖം കാണുമ്പോഴത്തേക്കും ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അതുപോലുള്ളൊരു വെറുപ്പീര് കഥാപാത്രമാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മെയ്സനും വിക്ടറും നേരെ വെളിയിലേക്ക് വന്ന് ബൈനോക്കുലർ വെച്ചിട്ട് നല്ലതുപോലെ നോക്കാണ്. അപ്പോൾ സാമു പറഞ്ഞതുപോലെ അങ്ങനെ ആരും വരുന്നില്ല, ഇനി അവൻ വെറുതെ പറഞ്ഞതായിരിക്കോ എന്ന് പറയുമ്പോൾ വിക്ടർ പറയും, ഏയ് സാം ഒരിക്കലും കള്ളം പറയാറില്ല, എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം, മോണിറ്റർ എപ്പോഴും പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ക്യാമറയിലൂടെ ആ ഒരു മോണിറ്റർ നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്, ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. ആ ഒരു സമയത്താണ് നമ്മുടെ സാമിന്റെ അടുത്തേക്ക് ഒരു ചെറിയ പയ്യൻ അവന്റെ വിലം കഴിക്കാനുള്ള കീ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഈ ഒരു നരഭോജികളെല്ലാം ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പയ്യൻ ഇതിനകത്തുണ്ട്, ഇവനെ അവരെന്തെങ്കിലും ചെയ്യുമെന്നാണ്. അതേസമയം നമ്മുടെ സാം നേരെ കായുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവള് മെയ്സനെ തടഞ്ഞതുകൊണ്ട് തന്നെ അവളെ ഇപ്പൊ കെട്ടിയിട്ടേക്കാണ്. അങ്ങനെ അവളെ രക്ഷിച്ച് ഇവര് രണ്ടുപേരും ഓടി വന്നിട്ട് കായ് എപ്പോഴും ഒരു മോണിറ്റർ പരിശോധിക്കുമല്ലോ, ഇതുപോലെ സേഫ് ആയിട്ടുള്ള സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അതിൽ നമ്മുടെ ഹീറോ ഈ ഒരു മാപ്പിലുള്ള സ്ഥലം കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. ഇപ്പൊ ഇതുകൂടി കാണുന്നത് നമ്മുടെ സാമും കായും പെട്ടെന്ന് ആ ഒരു വിത്തെല്ലാം ശേഖരിച്ചു വെച്ചേക്കുന്നല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഓടി വന്ന് നമ്മുടെ സാമാണെങ്കിൽ ഒരുപാട് വിത്തുകൾ അവന്റെ ബാഗിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. കായ് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു വിത്തും എടുത്ത് ഇവർ രണ്ടുപേരും ബാക്കിയുള്ളവരോട് ഈ ഒരു കാര്യം പറയാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മെയ്സനും വിക്ടറും കൂടി വന്നിട്ട് ഇവരെ അങ്ങ് തടയാണ്. സാമു ഇപ്പോഴും പറയുന്നുണ്ട്
മെയ്സൺ നീ ഇത് തമാശയായിട്ട് കാണരുത്, അവരിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ മെയ്സൺ അപ്പോഴും സമ്മതിക്കുന്നില്ല. എന്റെ പൊന്നോ, ഇവനെ കൈ കിട്ടിയാല് നല്ല ഇടി ഇടിക്കും. ആ ഒരു സമയത്ത് പെട്ടെന്ന് മുകളില് എന്തോ ഇടിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ തന്നെ നമ്മുടെ സാമിന് മനസ്സിലായി ഇതാ ഒരു നരഭോജി മനുഷ്യന്മാരാണെന്ന്. അങ്ങനെ അവൻ ആ ഒരു കാര്യം പറഞ്ഞ് ഇവരെല്ലാവരും ആ ഒരു മോണിറ്ററിനടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു നരഭോജി മനുഷ്യന്മാർ വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഡോർ ഇടിച്ച് തകത്തേക്ക് വരാനായിട്ട് ശ്രമിക്കാണ്. അതുപോലെ ആ ഒരു തലവനാണെങ്കിലോ വെട്ടി ഒരാളുടെ തല എടുത്തെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചിട്ട് യുവന്മാരെല്ലാം കൂടി അകത്തേക്ക് കരാനായിട്ട് ശ്രമിക്കുമ്പോ ഇപ്പൊ നമ്മുടെ മെയ്സന് കാര്യം മനസ്സിലായല്ലോ. വടുവൻ ഇവൻ ഇപ്പൊ മനസ്സിലായിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ബാക്കിയുള്ള എല്ലാവർക്കും ആയുധങ്ങളെല്ലാം കൊടുത്തിട്ട് എല്ലാവരോടും ആ ഒരു ഡോറിനടുത്ത് റെഡി ആയിട്ട് നിൽക്കാനായിട്ട് പറയാണ്. അങ്ങനെ എല്ലാവരും അവിടെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ സേഫ് ആയിട്ട് ഇതിനടിയിൽ കുറച്ചുകൂടി വലിയ സ്ഥലമുണ്ട്, അവിടേക്ക് കൊണ്ട് നിർത്താനും പറയും. അതുപോലെ ആ ഒരു ചെറിയ പയ്യനെയും കുറെ സ്ത്രീകളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും താഴേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് എല്ലാവരും അവിടെ വന്ന് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നതും കാണിക്കുമ്പോഴത്തേക്കും മുന്നിലത്തെ ആ ഒരു ഡോർ തുറക്കുന്നുണ്ട്. പക്ഷേ ഒരു നരഭോജി മനുഷ്യന്മാരും അതിലേ വരുന്നില്ല. എന്താണെന്ന് പറഞ്ഞവരെ നിൽക്കുമ്പോൾ മറ്റൊരു വശത്തോടെ ഇതിന്റെ ഒരുത്തൻ കയറി വന്നിട്ട് കൂപ്പർ എന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ അവനെ അങ്ങ് കൊല്ലുന്നു. അത് കഴിഞ്ഞ് മറ്റു പല വശങ്ങളിലൂടെയും ഓരോന്നായിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നതും ഇവർ പല വഴിക്ക് ഓടുകയാണ്. ചിലരാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അപ്പോഴേക്ക് ഇതിലൊരു പെണ്ണ് മാത്രം പെട്ടെന്ന് ഒറ്റയ്ക്കായി പോവും. അവളെയും ഒരുത്തം വന്നിട്ട് അവളെ വെട്ടി അങ്ങ് കൊല്ലുന്നു. കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഇതിന്റെ നേതാവ് അതിലേക്ക് ചാടി ഇറങ്ങി. അവന്റെ കയ്യിലുള്ള മൂർച്ചയുടെ കമ്പിയുണ്ട്, അത് വെച്ച് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ എറിഞ്ഞങ്ങ് കൊല്ലും. അവന്റെ വയറിലേക്ക് തറച്ച് അവൻ താഴേക്ക് മരിച്ചു വീഴാണ്. അപ്പൊ അതിൽ വിക്ടർ ഉണ്ടല്ലോ അവനായാലും തോക്കെടുത്ത് ഈ ഒരു നേതാവിനെ കൊല്ലാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അയാള് അതിനു മുന്നേ തന്നെ വിക്ടറിനെ കൊല്ലും. അപ്പൊ ഇതിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ മെയ്സൺ അവൻ ഇപ്പോഴും ബാക്കിയുള്ളവരെ രക്ഷിക്കാതെ അവിടെ നിന്ന് തോക്കും കൊണ്ട് ഓടുകയാണ്. ഓടി ഒരു സേഫ് റൂമിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട് ഇനി കുറച്ച് പേര് കൂടി കയറാനുണ്ട്, ഡോർ ഇപ്പൊ അടയ്ക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മെയ്സൺ പറയും അടക്കി, ആരും വരണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് ആ ഒരു ഡോർ അങ്ങ് അടയ്ക്കും. കാണിക്കുമ്പോഴത്തേക്കും വെളിയിൽ നമ്മുടെ ഹീറോയിനും ഇവർ രണ്ടുപേരും ഓടി വന്നിട്ട് ഈ ഒരു ഡോർ തുറക്കാൻ പറയുമ്പോൾ ഇവരാണെങ്കിൽ ഡോർ തുറക്കുന്നില്ല. എടാ ഡോർ തുറക്ക്, കാരണം ആ ഒരു നരഭോജി മനുഷ്യന്മാർ ഇവരെ കൊല്ലാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇതിനകത്തുള്ള വേറൊരുത്തൻ ഇവർ വെളിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഡോർ വലിച്ചു തുറക്കുന്നതും നമ്മുടെ ഹീറോയിൻ ബാക്കിയുള്ള എല്ലാവരും ഇതിനകത്തേക്ക് വീഴുന്നുണ്ട്. കൂടെയാണെങ്കിലോ ഒരു നരഭോജി മനുഷ്യനും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ കായി ഉണ്ടല്ലോ അവളുടെ തോക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു നരഭോജി മനുഷ്യനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ഇതിന് പുറത്തേക്ക് പോകാനായിട്ടുള്ള മറ്റൊരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറയും ഓക്കെ എല്ലാവരും ഈ ഒരു വഴിക്ക് വാ, നമുക്ക് വെളിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയ്സൺ ഒരു വിധത്തിലും വരാനായിട്ട് തയ്യാറാവത്തില്ല. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തണുത്തുറഞ്ഞ് മരിക്കും, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, ആ ഒരു നരഭോജി മനുഷ്യന്മാർ അകത്തേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാണ്. ഡോറിലാണെങ്കിലോ അവന്മാരെല്ലാം കൂടി കൂട്ടത്തോടെ വന്ന് ഇങ്ങനെ ഇടിക്കുന്നു. എന്നിരുന്നാലും മെയ്സൺ എന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് പോത്തില്ല. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും ആ ഒരു വഴിയെ പറഞ്ഞു വിട്ടിട്ട് ഒരു തോക്കെടുത്ത് മെയ്സന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഓക്കെ ഇതെന്തായാലും നിനക്ക് ആവശ്യമായിട്ട് വരുമെന്നും പറഞ്ഞ് ഹീറോ അകത്തേക്ക് പോയിട്ട് വരുമ്പോൾ മെയ്സൺ ആ ഒരു തോക്കെടുത്ത് നമ്മുടെ സാമിനെ തന്നെ ഷൂട്ട് ചെയ്യാൻ വരികയാണ്. ഷെടാ ഇവൻ ഇത്രയും മതിയായില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും സാം ഒരു വിധത്തിൽ അകത്തേക്ക് കയറി പോകുന്നതും ഇപ്പൊ ആ ഒരു തലവൻ ഇതിനകത്തേക്ക് കയറി വന്നിട്ട് നമ്മുടെ മെയ്സനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും മെയ്സനടുത്തുള്ള ആ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ അത് കാണും. എന്നിട്ട് പെട്ടെന്ന് അതിലേക്ക് അങ്ങ് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും ഇത് പൊട്ടിത്തെറിച്ച് ഒരുപാട് നരഭോജി മനുഷ്യന്മാർ അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു തലവനാണെങ്കിൽ നമ്മുടെ ഹീറോ കയറിപ്പോയ ആ ഒരു ഗ്യാപ്പ് വഴി അകത്തേക്ക് വരും. മെയ്സൺ എന്തായാലും അവിടെ വെച്ച് മരിച്ചു, ഭാഗ്യം. ഇനി അവൻ എന്തായാലും ഒരു ശല്യത്തിനും ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മുടെ സാം ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു നേതാവ് മനുഷ്യൻ ഇവരുടെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന് നമ്മുടെ സാമിനെ കൊല്ലായിട്ട് വരുന്നതും സാം അവനെ മറ്റൊരു വഴിയെ കൊണ്ടുപോകും. എന്നിട്ട് ഈ ഒരു മൃഗങ്ങളെല്ലാം വളർത്തുന്ന റൂമുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് ഫൈറ്റ് ചെയ്യാണ്. അവനാണെങ്കിൽ ഇപ്പൊ ഈ ഒരു മൃഗങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും അത്ഭുതത്തോടെ നോക്കിയിട്ട് നമ്മുടെ സാമിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. സാമിനാണെങ്കിൽ ഇത്രയും വലിയ ആ ഒരു ഒറ്റത്തെങ്ങിനോട് പിടിച്ചു നിൽക്കാൻ കഴിയോ? ഒരിക്കലുമില്ല. അവനാണെങ്കിൽ സാമിനെ എടുത്ത് റബ്ബർ വന്നിട്ട് തട്ടുന്നത് പോലെയാണ് അതിനകത്തിട്ട് ഇടികൊണ്ട് അവസാനം നമ്മുടെ സാമിന് കയ്യിലൊരു കത്തി കിട്ടും. അത് കൊണ്ടുവന്ന് അവന്റെ കാലിലേക്ക് ഒരു ഒറ്റ വെട്ട്. അത് കഴിഞ്ഞ് അവനെ ഇടിച്ച് താഴേക്കിട്ട് മുകളിലേക്ക് കയറിയുന്ന ഒരു കമ്പി എടുത്ത് 2-3 അടി അടിച്ചടിച്ച് അയ്യോ പറഞ്ഞു ഞാൻ തന്നെ ക്ഷീണിച്ചു. പക്ഷെ നമ്മുടെ സാമ ക്ഷീണിച്ചില്ല. അവൻ പിന്നെയും അടിച്ചടിച്ച് അവനെ തല പൊട്ടിച്ച് അവസാനം അവരെ നരഭോജി മനുഷ്യനെ അനക്കമില്ല. അങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ട് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇവൻ വീണ്ടും സാമിന്റെ കാലിലേക്ക് പിടിക്കുന്നു. ഷെടാ ഇവൻ ഇനിയും മതിയായില്ലേ എന്നും പറഞ്ഞ് സാമ് ആ ഒരു കത്തി എടുത്തിട്ട് അവന്റെ വായിലേക്ക് അങ്ങനെ വെച്ച് താഴേക്കിനെ പ്രസ് ചെയ്ത് അവന്റെ തല 2 പീസായിട്ട് കട്ട് ചെയ്തങ്ങ് മാറ്റും. അപ്പോഴാണ് അവൻ മരിക്കുന്നത്. അപ്പൊ എല്ലാം മരിച്ചു. ഈ ഒരു നേതാവ് മരിച്ചതോടുകൂടി ഇനി ഒരുത്തനുമാരെ ഫോളോ ചെയ്ത് വരത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ സാമും അവിടെ വന്ന് വീഴുന്നതും ഇപ്പൊ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും മുകളിലേക്ക് വന്ന് ഇനി സാമ് മാത്രമേ വരാനുള്ളൂ. സാമ് മരിച്ചു എന്നുള്ള രീതിയിൽ ഇവർ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമ് മുകളിലേക്ക് കയറി വരുന്നത്. അപ്പൊ ഇവർ ചോദിക്കും ഇനി നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സാമ് പറയും എനിക്കറിയാൻ വഴി, എന്നോടൊപ്പം വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ആ ഒരു മാപ്പിലെ സ്ഥലം ഉണ്ടല്ലോ ആ ഒരു സ്ഥലം എന്തായാലും നമ്മുടെ സാമിനറിയാം. അവിടേക്ക് പോയിട്ട് ഇവരെല്ലാവരും സേഫ് ആവാന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം.
അതുവരയ്ക്കും ബൈ.